ഓഷ്യനിക് മിസൈൽ ഇതിന്റെ പ്രയോജനം ഉക്രൈനുള്ളിൽ എങ്ങനെയായിരുന്നു? ഈ മിസൈൽ വിക്ഷേപിച്ചതിനു ശേഷം യൂറോപ്പിൽ നിന്ന് എങ്ങനെയുള്ള പ്രതികരണം ലഭിച്ചു? ഇവയെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. അത്രത്തോളം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. അത്തരം പ്രധാനപ്പെട്ട ഒരു മിസൈൽ ബാലിസ്റ്റിക് മിസൈൽ അല്ലെങ്കിൽ ഹൈപ്പർസോണിക് മിസൈൽ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. റഷ്യയുടെ ഫസ്റ്റ് സ്ട്രൈക്ക് കപ്പാസിറ്റി അല്ലെങ്കിൽ റഷ്യയുടെ ആന്റി എയർ ഡിഫൻസ് സിസ്റ്റം ഓപ്പറേഷൻസിന് മെച്ചപ്പെടുത്തുന്നതിന് വർദ്ധിപ്പിക്കുന്നതിനും ഇതൊരു നല്ല മിസൈലാണെന്നും പറഞ്ഞു. അങ്ങനെയുള്ള ഈ ഒരു മിസൈൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു പദ്ധതി റഷ്യ ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോയിൽ അറിഞ്ഞതാണ്. പക്ഷെ ഇപ്പോ ഇതിനെക്കുറിച്ച് വന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് 2025 ജൂലൈ മാസം അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ ഇതേ ഓഷ്യനിക് മിസൈൽ ബെലറസിൽ ആക്റ്റീവ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഈ ഒരു മിസൈൽ ബെലറസ് വഴി യൂറോപ്പിന് റഷ്യ വച്ചിരിക്കുന്ന ഒരു ചെക്ക് പോയിന്റായി മാറാൻ പോവുകയാണ്. ചെക്ക്മേറ്റോ? അപ്പോ റഷ്യയുടെ Su-75 അതിനെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതിൽ ഇന്ത്യയും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഓഷ്യനിക് അല്ലെങ്കിൽ ഹെസൽ ഇതിനെക്കുറിച്ച് ആർക്കും ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. സ്ഥിരം നമ്മുടെ ചാനൽ കാണുന്നവർക്ക് ഇതിനെക്കുറിച്ച് തീർച്ചയായും അറിയാം. എങ്കിലും ചെറിയ ഒരു വിവരണം നൽകാം. ഓഷ്യനിക് എന്നത് മറ്റൊന്നുമല്ല, ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. ഇത് റഷ്യ ചെയ്തത് ATACMS ഉക്രൈൻ റഷ്യൻ പ്രദേശങ്ങളിൽ നേരിട്ട് ആദ്യമായി ഉപയോഗിച്ചു. അപ്പോ അമേരിക്കയുടെ ആയുധങ്ങളും UK സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈൽസും റഷ്യൻ പ്രദേശങ്ങളെ ആക്രമിച്ചതുകൊണ്ട് റഷ്യ തിരിച്ചടിക്കാനായി ടെസ്റ്റിംഗ് ഫേസിൽ ഉണ്ടായിരുന്ന സീരിയൽ പ്രൊഡക്ഷനിലേക്ക് പോകാത്ത ഓഷ്യനിക് എന്ന ഈ ഒരു മിസൈലിനെ ഉക്രൈനിലേക്ക് വിക്ഷേപിച്ചു. അങ്ങനെ അയച്ചതിനു ശേഷം ഇതൊരു വലിയ സംസാര വിഷയമായി മാറി. ഒരാഴ്ചയോളം ലോകത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും ഇതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചു. ഈ മിസൈൽ എന്താണ്? ഇതിന്റെ ഉൽപാദനം എങ്ങനെയാണ്? ഇതിന്റെ സാങ്കേതിക വിദ്യ എങ്ങനെയാണ്? ഇങ്ങനെ മൊത്തത്തിൽ ഒരു ചർച്ചയായി തന്നെ മാറി. ഇതിനുശേഷം റഷ്യ ICBM ഫയർ ചെയ്തു. പക്ഷേ അത് ICBM അല്ല, മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് ഫയർ ചെയ്തത് എന്ന് റഷ്യയിൽ നിന്നും ഒരു വെരിഫിക്കേഷൻ വന്നു. പിന്നീട് ഇതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ ഒരു പരിധിവരെയും ഒതുങ്ങി. എന്നാൽ ഇപ്പോൾ വരെയും അതുണ്ടാക്കിയ ഇമ്പാക്ട് മാറിയിട്ടില്ല. ഈ ഒരു മിസൈലിനെ എന്തുകൊണ്ട് പാട്രിയോട്ട് ഇന്റർസെപ്റ്റ് ചെയ്തില്ല? IRIST എന്തുകൊണ്ട് ഇന്റർസെപ്റ്റ് ചെയ്തില്ല? വീണ്ടും വല്ല പ്രതിരോധ സംവിധാനങ്ങൾ അവിടെയുണ്ട്. നാറ്റോയുടെ അതിനവീന സംവിധാനങ്ങൾ ഉക്രൈനിലുണ്ട്. അവയെ കൊണ്ടൊന്നും എന്തുകൊണ്ട് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യത്തിന് പല ഗവേഷകരും സൈനിക വിദഗ്ധരും ഉപദേഷ്ടാക്കളും എല്ലാവരും ഉത്തരം തിരയുന്നുണ്ട്. ഇന്നുവരെയും വ്യക്തമായ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ട് നാറ്റോയുടെ എയർ ഡിഫൻസ് സിസ്റ്റം അവിടെ ഫെയിലായി എന്ന് ആർക്കും അറിയില്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനിൽ നിന്നും ഒരു അറിയിപ്പ് വന്നു. ബെലറസ് റഷ്യയുടെ ക്ലോസസ്റ്റ് അലയാണ്. ക്ലോസസ്റ്റ് അല എന്നതിനപ്പുറം നേരിട്ട് റഷ്യയുടെ ഒരു പ്രോക്സി എന്ന് പറയാം. പ്രോക്സി എന്നതുകൊണ്ട് മറ്റു ഓർഗനൈസേഷനെ പോലെ അല്ല പറയുന്നത്. റഷ്യ എന്തെല്ലാം തീരുമാനിക്കുന്നു അല്ലെങ്കിൽ റഷ്യയ്ക്ക് വേണ്ടി എന്തെല്ലാം ജോലികൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം റഷ്യയുടെ നിഴലായി ചെയ്യുന്ന ഒരു രാജ്യം ബെലറസ് ആണ്. ബെലറസിന്റെ പ്രസിഡന്റ് ലുകാഷെങ്കോ ആണ്. ഇങ്ങനെ റഷ്യയ്ക്കും ബെലറസിനും ഇടയിലുള്ള ഈ ഒരു ബന്ധം എത്രത്തോളം വളർന്നു എന്ന് ചോദിച്ചാൽ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം നേരിട്ട് റഷ്യ ബെലറസിൽ നിന്നും അവരുടെ സൈനികരെ ഉക്രൈനിലേക്ക് അയച്ചു. അത്രത്തോളം സൗഹൃദ രാജ്യങ്ങൾ. ഇതിന് ഒരു കടപ്പാടെന്ന വണ്ണം നാറ്റോയ്ക്കും ഒരു ചെക്ക് വയ്ക്കുന്ന രീതിയിൽ റഷ്യയുടെ ആണവായുധങ്ങളും ഇസ്കാന്ദർ മിസൈൽസും ബെലറസിൽ ആക്റ്റീവാക്കി. ഇതിന് നാറ്റോയിൽ നിന്നും പല എതിർപ്പുകൾ വന്നു. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളും അതൊന്നും വലിയ കാര്യമാക്കിയതേയില്ല. നിങ്ങളുടെ ആയുധങ്ങൾ നാറ്റോ കൺട്രീസിൽ ആണവായുധമല്ലാത്ത രാജ്യങ്ങളിൽ വയ്ക്കുന്നു. ഞാനും എന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, എന്റെ അലയൻസിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയും അണുവായുധമില്ലാത്ത രാജ്യത്ത് ന്യൂക്ലിയർ അംബ്രല്ലയ്ക്ക് കീഴിൽ എന്റെ ആണവായുധങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കുന്നുവെന്ന് സിമ്പിളായി ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിച്ചു. എന്നാൽ അപ്പോൾ മുതൽ നാറ്റോയ്ക്ക് ഇതൊരു പേടി സ്വപ്നമായി മാറി. കാരണം റഷ്യയുടെ ന്യൂക്ലിയർ ആക്രമണത്തെ സംബന്ധിച്ച് പ്രോക്സി വാറിൽ ആരെങ്കിലും ഒരു മിസൈൽ അയക്കുകയാണെങ്കിൽ അത് ആ രാജ്യത്തോടു കൂടി അവസാനിക്കും. മറ്റൊരു കാര്യം തുറന്നു പറയണമെങ്കിൽ റഷ്യ ഏകദേശം ഒരു ബലിയാട് പോലെയാണ് ബെലറസിനെ വെച്ചിരിക്കുന്നത്. അവർ ഡിഫൻസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണോ നാറ്റോ യൂറോപ്പിന്റെ ഡിഫൻസിന് വേണ്ടി സോവിയറ്റ് രാജ്യങ്ങളിലെ അവരുടെ വലയിൽ വീഴ്ത്തുകയും ആ രാജ്യങ്ങളിൽ ആയുധങ്ങൾ കൊണ്ടുവയ്ക്കുകയും ചെയ്തത്, കൂടാതെ അവരെ നാറ്റോയ്ക്കുള്ളിലേക്കും കൊണ്ടുവന്ന് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത്, അതേ കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അപ്പോ ഇങ്ങനൊരു സാഹചര്യത്തിൽ ബെലറസിൽ ഇതിനകം തന്നെ ആണവായുധങ്ങളുണ്ട്, ഇസ്കാന്ദർ മിസൈൽ സംവിധാനവും ഉണ്ട്. ഈ സാഹചര്യത്തിൽ ബെലറസിന്റെ ഭാഗത്തു നിന്നും ഒരു പുതിയ റിക്വസ്റ്റ് വന്നു. ഞങ്ങളുടെ പക്കൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടെങ്കിലും അത് ഡെലിവറി ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് തികയുന്നില്ല. ഈ മിസൈലിന്റെ മൂവ്മെന്റ്സും ഇതിന്റെ ടാർഗറ്റ് സ്ട്രൈക്കിംഗ് കപ്പാസിറ്റിയും എല്ലാ രാജ്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇത് കാരണം ഭാവിയിൽ എല്ലാവരും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റംസ് അപ്ഗ്രേഡ് ചെയ്യും. അങ്ങനെയുള്ളപ്പോൾ ഇസ്കാന്ദറെ മാത്രം വിശ്വസിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. നിങ്ങൾ പുതുതായി ഒരു മിസൈൽ നിർമ്മിക്കുന്നുണ്ടല്ലോ, അടുത്തിടെ സീരിയൽ പ്രൊഡക്ഷനിലേക്കും അത് അയച്ചിട്ടുണ്ടല്ലോ. ആ ഒരു മിസൈൽ ഞങ്ങൾക്ക് നൽകുക എന്ന് ഔദ്യോഗികമായി ഒരു അഭ്യർത്ഥന നടത്തി. ആ ഒരു റിക്വസ്റ്റ് റഷ്യ അംഗീകരിക്കുകയും ചെയ്തു. 2025 ആദ്യ പകുതിയിൽ ജൂലൈ മാസത്തിനുള്ളിൽ ഈ ഒരു മിസൈൽ സീരിയൽ പ്രൊഡക്ഷൻ അവസാനിച്ച് ഒരു ഗണ്യമായ അളവിൽ ബെലറസിലേക്ക് അയക്കും. അങ്ങനെ അയക്കുന്ന മിസൈലുകൾ കുറഞ്ഞത് ഒരു 15 വർഷമെങ്കിലും ആ രാജ്യത്തിൽ സേവനത്തിലുണ്ടാകും. അതുവരെ ആവശ്യം വരുന്ന സാങ്കേതിക സഹായവും നവീകരണവും റഷ്യൻ എഞ്ചിനീയേഴ്സ് ബെലറസിന് നൽകുമെന്ന് റഷ്യയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി ഒരു അപ്ഡേറ്റ് വന്നു. ഇത് കാരണം ബെലറസിന് എന്ത് വലിയ കാര്യമായിരിക്കും സംഭവിക്കുക? ഇതിനകം തന്നെ ആണവായുധമുള്ളപ്പോൾ ഈയൊരു മിസൈലിനെ കണ്ട് യൂറോപ്പ് ഭയപ്പെടുമോ? അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള നാറ്റോ രാജ്യങ്ങളെ ഇത് ഭയപ്പെടുത്തുമോ എന്ന് ചോദിച്ചാൽ ഇതിനകം അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനൊരു അറിയിപ്പ് വന്നതും ആദ്യമായി പോളണ്ട് അവരുടെ എതിർപ്പ് അറിയിച്ചു. യൂറോപ്യൻ യൂണിയനിൽ റഷ്യ അവരുടെ പ്രോക്സി വാർ വീണ്ടും വർദ്ധിപ്പിക്കുകയാണ്. ബെലറസിൽ മിസൈൽസ് നൽകുന്നതുകൊണ്ട് ബാൾട്ടിക് രാജ്യങ്ങളിൽ ഭീഷണി വളരുന്നുണ്ട്. കാരണം അതിന്റെ റേഞ്ച് 3000 കിലോമീറ്റർ ആണ്. ഈ 3000 കിലോമീറ്റർ എന്നത് മുഴുവൻ ബാൾട്ടിക് രാജ്യങ്ങളെയും പോളണ്ടിനെയും ജർമ്മനിയുടെ ചില പ്രദേശങ്ങളെയും ആക്രമിക്കാൻ കഴിവുള്ളതാണ്. ബെലറസിൽ നിന്ന് ലോഞ്ച് ചെയ്താൽ ജർമ്മനിയുടെ പ്രദേശങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള മീഡിയം റേഞ്ച് മിസൈലാണ്. അതിനാൽ പോളണ്ടിന്റെ ഷീൽഡിന് അതൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. ഇതിനകം പാട്രിയോട്ടും മറ്റൊരുപാട് നസംസ് പോലുള്ള അമേരിക്കയുടെ അതിനവീന ആയുധങ്ങളും നാറ്റോ വെപ്പൺസും ഇവരുടെ രാജ്യത്തിൽ ഉപയോഗിച്ചാലും റഷ്യയുടെ മിസൈൽ ഹൈപ്പർസോണിക് മിസൈൽ പോളണ്ട് എയർ സ്പേസ് ബ്രീച്ച് ചെയ്തിട്ടുണ്ട്. അകത്ത് മിസൈൽ വന്നു. എന്നാൽ അത് എവിടെ പോയി എന്ന് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇത് റഡാറിൽ വന്നു. 15 മിനിറ്റ് വരെയും റഡാറിന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇത് എവിടെ പോയി എന്ന് ഞങ്ങളെ കൊണ്ട് ട്രാക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പോളണ്ട് പറഞ്ഞ കഥയൊക്കെ നിങ്ങൾ മറന്നിട്ടുണ്ടാകില്ല. കൂടാതെ എക്സ്ട്രീം വയലേഷൻസ് പോലും റഷ്യ ചെയ്തിട്ടുണ്ട്. നാറ്റോ എയർ സ്പേസിനുള്ളിൽ ഒരു ഡ്രോൺ പോവുക തന്നെ ഒരു വലിയ വയലേഷനാണ്. എന്നാൽ മിസൈൽ അകത്തേക്ക് പോയി അത് താഴെ ഇമ്പാക്ട് ഉണ്ടാക്കുകയും അതിനുശേഷം പോലും പോളണ്ട് ഒന്നും മിണ്ടിയില്ല. ഇതൊക്കെ വലിയ വയലേഷനാണ്. ഇതിനെക്കുറിച്ച് യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. അപ്പോ ബെലറസിൽ ഇങ്ങനെ ഒരു ന്യൂക്ലിയർ ക്യാപ്പബിൾ മിസൈൽ വന്നിട്ടുള്ളത് പോളണ്ടിന് തീർച്ചയായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കാരണം ഇതിനുശേഷം ഒരു മറുപടി കൊടുക്കണം, റിവഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബെലറസിൽ തന്നെ അത് ചെയ്യണം. പോളണ്ടിന്റെ സംസാരം കേട്ട് അമേരിക്ക നേരിട്ട് റഷ്യയിൽ ഒരു റിവഞ്ചോ അല്ലെങ്കിൽ ന്യൂക്ലിയർ സ്ട്രൈക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഇവയെല്ലാം ഒരു പക്ഷെ സംഭവിക്കുകയാണെങ്കിൽ മാത്രമാണ്. എന്നാൽ ഇപ്പോ സംഭവിച്ചിരിക്കുന്ന ഈ കാര്യം പോളണ്ടിനും ബെലറസിനും ഇടയിലുള്ള അവരുടെ ബന്ധം മോശമാക്കിയെന്നത് മാത്രമല്ല, പവർ ബാലൻസ് ഷിഫ്റ്റ് ചെയ്യും. കാരണം ഇപ്പോ വളരെ പ്രധാനപ്പെട്ട ആന്റി മിസൈൽ ഡിറ്ററൻസ് നാറ്റോയുടെ പക്കൽ തന്നെ ഒരു വലിയ ഷീൽഡ് ഉണ്ട്. അവരുടെ IMPDIA മറ്റ് പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ചേർത്ത് വെച്ച് ഒരു വലിയ ഷീൽഡ് യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. എന്നാൽ അവയെല്ലാം തകർക്കാൻ ഈയൊരു മിസൈൽ മാത്രം മതി. അത് ഉക്രൈനുള്ളിൽ തന്നെ പ്രായോഗികമായി കണ്ടതാണ്. അതുകൊണ്ടാണ് ഇവർ ഇത്രത്തോളം ഭയപ്പെടുന്നതും സംസാരിക്കുന്നതും. യഥാർത്ഥത്തിൽ ആ മിസൈൽ ഒന്നുമല്ല. മിസൈലിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഇത്രത്തോളം അതിനെക്കുറിച്ച് ഭയപ്പെടുകയോ സംസാരിക്കുകയുമില്ല. ഇത്രയും സംസാരിക്കുന്നുവെന്നുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു വലിയ കാര്യമുണ്ട്. ഇന്നലെ വരെയും പല രാജ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് സിറിയയിൽ റഷ്യ തോറ്റു, പുടിനെ വിശ്വസിച്ച് ആര് പോയാലും അസാദിന് സംഭവിച്ച അവസ്ഥ ഇവർക്കും ഉണ്ടാകുമെന്ന് റഷ്യയെ നോക്കി സർക്കാസ്റ്റിക്കായി പല മറുപടികൾ വന്നു. ഇന്ന് അതേ രാജ്യങ്ങൾ തന്നെ ഈ മിസൈൽ ബെലറസിലേക്ക് പോകുന്നുവെന്ന വാർത്ത വന്നതു മുതൽ എപ്പോഴത്തെയും പോലെ റഷ്യയുടെ അടുത്ത ലക്ഷ്യം ഞങ്ങളാണ് എന്ന് സംസാരിക്കാൻ തുടങ്ങി. നാറ്റോയിൽ നിന്ന് കൂടുതൽ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുന്നുമുണ്ട്. അപ്പോ ഒരു മിസൈൽ കാരണം ഇത്രത്തോളം മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നത് ബെലറസിന് അനുകൂലമായ ഒരു കാര്യമായി തോന്നിയാലും അവർക്ക് ആഭ്യന്തരമായി പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആദ്യം ടെക്നിക്കലായി നോക്കിയാൽ ഈ ഓഷനിക്കിൽ തന്നെ പല പ്രശ്നമുണ്ട്. ഒന്നാമത്തേത് അതിന്റെ റേഞ്ച് ആണ്. കൂടാതെ അതിപ്പോ ടെസ്റ്റിംഗ് ഫേസിൽ നിന്നും സീരിയൽ പ്രൊഡക്ഷനിലേക്ക് പോയിട്ടുണ്ട്. ഒരു തവണ ഇത് സ്വയം പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും മുഴുവനായും ഒരു മിസൈൽ ഷീൽഡിനുള്ളിൽ ഇത് പ്രവേശിച്ചിട്ടില്ല. ഉക്രൈനിൽ പാട്രിയോട്ട് ഉണ്ട്, മറ്റു ചില മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. ഇവയെല്ലാം തകർത്ത് അകത്തേക്ക് കടന്നാലും ഏജസ് പോലുള്ള പല അതിനവീന പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അതിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ബെലറസിന് ഇത് പേഴ്സണലി എങ്ങനെ പ്രശ്നമുണ്ടാക്കുമെന്ന് ചോദിച്ചാൽ, ഒരു അതിനവീന മിസൈൽ കൊണ്ടുവന്ന് സ്വന്തം രാജ്യത്ത് വച്ചാൽ, അതും ആ രാജ്യത്ത് നിർമ്മിക്കാത്ത ഒരു ആയുധം കൊണ്ടുവന്ന് അവിടെ വയ്ക്കുകയാണെങ്കിൽ
അത് നിങ്ങളുടെ രാജ്യത്തുള്ള ജനങ്ങൾക്കൊരു ഭയമുണ്ടാക്കും. ഒരു പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ നടക്കുന്ന പ്രശ്നത്തിൽ നമ്മൾ അകപ്പെടുമോ എന്നുള്ളൊരു ഭയം ജനങ്ങൾക്ക് വരും. അതിനാൽ ഇത് അവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ എങ്ങനെ ഉപയോഗിക്കുമെന്ന് നമുക്ക് തന്നെ അറിയാം. നമ്മുടെ രാജ്യത്തേക്കാൾ മോശമായ അവസ്ഥ പല സ്ഥലങ്ങളിലുണ്ട്. അവിടെ ജനങ്ങൾ പ്രതിഷേധം തുടങ്ങും. റഷ്യയ്ക്ക് എതിരെ ഒരു സർക്കാർ ഉണ്ടാകും. ഇത് ബെലറസിന് തന്നെ ഒരുപാട് പ്രശ്നം സൃഷ്ടിക്കും. അപ്പോ കാത്തിരുന്ന് കാണാം ഇതിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, Su-75ന്റെ 90% പ്രൊഡക്ഷൻ ആവശ്യമായ പണികളെല്ലാം ഞങ്ങൾ അവസാനിപ്പിച്ചുവെന്ന് UAC യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ റഷ്യയിൽ നിന്നും ഒരു അറിയിപ്പ് പുറത്തുവന്നു. ഇപ്പോ Su-75നെ സംബന്ധിച്ച് അതിന്റെ കൗണ്ടർ പാർട്ടായ F-35, J-35 പോലെ സ്റ്റെൽത്ത് ആണോ എന്നൊന്നും അറിയില്ല. കാരണം Su-57നെ സംബന്ധിച്ച് അതിന്റെ റഡാർ ക്രോസ് സെക്ഷൻ 0.1 മുതൽ 1 സ്ക്വയർ മീറ്റർ വരെ ഉള്ളതായി പറയുന്നു. ഒരു പക്ഷേ അതിലും കൂടുതൽ അപ്ഗ്രേഡ് ചെയ്താലും F-35, J-35നെ കൗണ്ടർ ചെയ്യാൻ കഴിയുമോ എന്നറിയില്ല. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് പുറത്തു വരുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു കോമ്പാക്ട് സോണിൽ അത് എൻ്റർ ആയാൽ അല്ലെങ്കിൽ ഒരു എയർ ഷോയിൽ വന്ന് അതിന്റെ പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് 90% അതിന്റെ പണികളെല്ലാം പൂർത്തിയായി. 2025 അത് സർവീസിൽ വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. സർവീസിൽ വരുമെന്ന് പറഞ്ഞാൽ ഇതിനകം പ്രൊഡക്ഷനിൽ വന്നാൽ മാത്രമേ 2025 സർവീസിൽ വരികയുള്ളൂ. ഇതിൽ ഇന്ത്യയും ഒരു കസ്റ്റമറായി വരാം. ഇന്ത്യ ഈ ഒരു വിമാനം വളരെ ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കുകയാണ്. കാരണം J-35 പാകിസ്ഥാന് ചൈന നൽകുന്നതായി ചില റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്. അതിനായിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വാങ്ങാനും തുടങ്ങിയിട്ടുണ്ട്. അടുത്ത വർഷം മുതൽ അതവരുടെ ഫ്ലീറ്റിൽ ഉണ്ടാകും എന്ന രീതിയിലും വാർത്ത വന്നു. അപ്പോ ഇതിനെ കൗണ്ടർ ചെയ്യാൻ ഒരു എമർജൻസി പർച്ചേസ് എന്ന വണ്ണം ഈ വിമാനം വാങ്ങാനുള്ള സാധ്യതയുണ്ട്. ആദ്യം ഈ വിമാനം സ്വയം എത്രത്തോളം പ്രൂവ് ചെയ്യുമെന്നറിയില്ല. ഒരു പക്ഷേ പാകിസ്ഥാന്റെ പക്കൽ J-35 വന്നാലും അതിനെ കൗണ്ടർ ചെയ്യാൻ നമ്മൾ ഈ വിമാനം വാങ്ങുമോ എന്നും അറിയില്ല. കാരണം നമ്മുടെ ഇൻഡിവിജ്വൽ പ്രോഗ്രാം തന്നെ ഇപ്പോൾ റണ്ണിംഗ് ആണ്. ഇനി ഇതൊരു എമർജൻസി റിക്വയർമെന്റ് ആയി വാങ്ങിയാലും ഇത് വാങ്ങിക്കഴിഞ്ഞാൽ അത് തീർച്ചയായും നമ്മുടെ AMC പ്രോജക്റ്റിൽ ഒരു വലിയ ലാഗ് ഉണ്ടാക്കും. കാരണം പാകിസ്ഥാൻ എന്ത് ചെയ്താലും അത് ഇന്ത്യക്ക് ഇന്നുവരെയും നല്ലതായി മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ. ഇതും അങ്ങനെ തന്നെ വിശ്വസിക്കാം. ഒന്നുകിൽ നമ്മുടെ പ്രോജക്റ്റ് നമ്മൾ സ്പീഡപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എപ്പോഴത്തെയും പോലെ റഷ്യയുടെ പക്കൽ നിന്ന് Su-75 വാങ്ങുന്നതിന് പകരം Su-57 വാങ്ങാനുള്ള പോസിബിലിറ്റീസ് ആയിരിക്കും അധികമാവുക. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.